ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മരുന്നടിക്കാൻ ഉപയോഗിക്കുന്ന സ്പ്രെയറിനാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹോണ്ടയുടെ മോട്ടറാണ്. ഹോണ്ടയുടെ 160 എന്ന് പറഞ്ഞാൽ 4.5 HP എഞ്ചിനാണ്. അതിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് കൊറിയൻ മെയ്ഡ് ലൂഷ് വാങ് എന്ന് പറയുന്ന കമ്പനിയുടെ 30 എന്ന് പറയുന്ന പമ്പാണ്. LS30 ആണ്. നമുക്ക് സ്പ്രെയറുകളിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പമ്പ് നൽകുന്നത് ലൂഷ് വാങ്ങിൻ്റെ പമ്പാണ്. അത്യാവശ്യം നമുക്കറിയാം ഈ ഡോൾഫിൻ്റെ സിമ്പിളുള്ള ഈ പമ്പ് കഴിഞ്ഞിട്ട് അടുത്ത വേറെ പമ്പുകളൊക്കെ ഉള്ളൂ. നല്ല ക്വാളിറ്റിയാണ്. നമ്മുടെ ഈ മോട്ടർ ഇപ്പോൾ ഒരു 8 വർഷം അടുത്തായി. അത്യാവശ്യം നല്ല രീതിയിൽ ഒരിക്കൽ പിസ്റ്റൺ മാറി, എന്നാലും കുഴപ്പമില്ല, നല്ല പെർഫോമൻസും നല്ല എന്താ പറയുക ഡ്യൂറബിലിറ്റിയൊക്കെ ഉള്ളൊരു മോട്ടറാണ്. അതേപോലെ ഹോണ്ടയുടെ എഞ്ചിനും തരക്കേടില്ല. ഇടയ്ക്കിടയ്ക്ക് പ്ലഗ് പോകുമെങ്കിൽ 160ക്ക് ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉള്ള ഇടയ്ക്ക് പ്ലഗ് കംപ്ലയിൻ്റ് ഉണ്ടാകാറുണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് അത്യാവശ്യം തുരുമ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഉപയോഗമല്ലേ മരുന്നടി. അപ്പം നമ്മൾ ഹോണ്ടയുടെ മോട്ടറും ലൂഷ് വാങ്ങിൻ്റെ LS30 പമ്പ് ഉപയോഗിക്കുന്നു. നമ്മൾ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗണ്ണുകൾ ഇതാണ്. കൂടുതൽ നമ്മൾ ലൂഷ് വാങ്ങിൻ്റെ ഗണ്ണുകളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് മരുന്ന് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ലൂഷ് വാങ്ങിൻ്റെ തന്നെ ഗണ്ണ്, നമുക്കറിയാം ലൂഷ് വാങ്ങിൻ്റെ ഗണ്ണ് മെയ്ഡ് ഇൻ തായ്വാൻ, ലൂഷ് വാങ്ങിൻ്റെ ഗണ്ണാണ് ഉപയോഗിച്ച് വരുന്നത്. ലൂഷ് വാങ്ങിൻ്റെ 2-3 ടൈപ്പ് ഗണ്ണുകളുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ മാർക്കറ്റിലൊരു 1500 രൂപ റേറ്റിൽ വില വരുന്നതാണ്. ഇത് പുതിയ ഗണ്ണുകളാണ്. ചെറിയ ഒരു മീഡിയം സൈസ് ഹോളുകളാണ് വരുന്നത്. നല്ല ഫ്ലവറായിട്ട് കിട്ടും, നമുക്ക് നല്ല പൂവായിട്ട് വിരിഞ്ഞ് കിട്ടി നല്ല രീതിയിൽ അടിക്കാൻ പറ്റും. അതേപോലെ മരുന്ന് വലിയ ചിലവില്ലാതെ നമുക്ക് അടിക്കാൻ കഴിയുന്നൊരു ഗണ്ണാണിത്. ലൂഷ് വാങ്ങിന് തന്നെ അടുത്തൊരു മോഡൽ വരുന്ന ഗണ്ണിതാണ്, ഒരു ബെൻഡോട് കൂടി വരുന്നത്. നമുക്കിതിനൊരു ചെറിയ കോംപ്ലിക്കേഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഈ ബെൻഡിൽ നമുക്കിവിടെ കാണുന്ന ഈ ഒരു പോർഷനിൽ കൂടെ വെള്ളം കയറി വരും. ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ ചെറിയ തരികൾ എന്തെങ്കിലും കയറി വന്നാൽ ഇവിടെ ബ്ലോക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കണ്ണ് സ്റ്റക്കാവും, ഓസ് പൊട്ടാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഒരു പ്രശ്നമാണ്, ഇതിനകത്ത് കുറച്ച് സ്പ്രിങ്ങും കുറച്ച് മെക്കാനിസം ഒക്കെ ഉണ്ട്. നമ്മൾ നല്ല പ്രഷർ കയറി നിൽക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ നീഡിലും സ്പ്രിങ്ങൊക്കെ തെറിച്ച് വയ്ക്കുന്ന പിന്നെ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് ഇതിനകത്തൊരു സ്പ്രിങ് ഉണ്ട്. ഇത് ഇങ്ങനെ കുറേ സിസ്റ്റം ഇതിനകത്തുണ്ട്. നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരു ചെറിയൊരു തുളക്കൂടെയാണ് വെള്ളം കയറി വരുന്നത്. അവിടെ ചെറിയൊരു മണൽത്തരി കയറി വന്നാൽ പോലും ഈ ഗണ്ണ് ബ്ലോക്ക് ആകും. അങ്ങനെ ഒരു ചെറിയ കംപ്ലയിൻറ്റ് കാണിക്കുന്നതാണ്. നല്ല എന്താ മണൽത്തരിയോ കാര്യങ്ങളൊന്നുമില്ല, നല്ല പ്യൂറായിട്ടുള്ള വെള്ളം, ലിക്വിഡ് വേർഷൻ മരുന്നുകൾ, പൗഡർ വേർഷൻ ഒന്നും അടിക്കാത്തവർക്ക് ഉപയോഗിക്കാൻ നല്ല ഗണ്ണാണ്. അങ്ങനെ ചെരിഞ്ഞിരിക്കുന്നുണ്ട്, അടിക്കാനൊക്കെ നല്ലൊരു ഇതാണ്, നല്ല പൊസിഷൻ കിട്ടും നമുക്ക് അടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം നമുക്കിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പൊടികളും കാര്യങ്ങളും എല്ലാം അടിക്കും, തുരിശൊക്കെ അടിക്കുമ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. നമ്മളിത് അധികം ഉപയോഗിക്കാറില്ല, അങ്ങനെ വെച്ചിരിക്കുകയാണ് ആ ഗണ്ണ. പിന്നെ ഈ മഞ്ഞ കണ്ണെന്ന് പറയുന്നത് ഇത് ലൂഷ് വാങ്ങിൻ്റെ തന്നെ കണ്ണാണ്, ആദ്യകാലത്ത് വരുന്നതാണ്. ഇത് ചില്ലൊക്കെ തേഞ്ഞ് വലിയ ഹോളായി. ഇത് നമ്മൾ വല്ല ഫോളിയർ അടിക്കാനും അതേപോലെ തുരിശ് അടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു കണ്ണാണ്. ഇത് നല്ല ക്വാളിറ്റിയാണ്. ഇത് ഒത്തിരി വർഷം പഴക്കമുള്ള കണ്ണാണ്. അത്രയും ഇതിൻ്റെ അത്രയും ക്വാളിറ്റി പുതിയ കണ്ണുകൾക്കൊന്നും കണ്ടുവരുന്നില്ല. പിന്നെ ഇതൊരു ബ്രാസിൽ വരുന്നൊരു മോഡലാണ്. ഇത് ബ്രാൻഡൊന്നും എന്തായാലും ഇല്ല, ബ്രാൻഡൊക്കെ പോയി, ഏത് ബ്രാൻഡാണെന്നൊരു പിടിയില്ല. എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കണ്ണാണിത്. ഇതിൻ്റെ ഒരു വലിയ ഡ്രോബാക്സ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രഷറാണ്. കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഹോളൊക്കെ ആണല്ലോ, ഭയങ്കര പ്രഷറും ഭയങ്കര വെള്ളച്ചെലവുമാണ്. അടിക്കാൻ നല്ല രസമാണ്, നല്ല പുകഞ്ഞ് പറന്നടിക്കും. അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഇത് നമ്മൾ ഇതും അത്യാവശ്യം ഫോളിയാറ് തുരിശ് പോലുള്ള സാധനങ്ങൾ അടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗണ്ണാണ്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം നല്ല പൗഡർ ഫോമിൽ അടിക്കണമെങ്കിൽ ഇത് ചെറിയ ഗണ്ണ്. ഇത് നമ്മൾ ഇന്ത്യൻ മെയ്ഡ് V-സ്റ്റാറിൻ്റെ സാധനമാണ്. അത്ര വലിയ ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല, ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളത്. അങ്ങനെ ഇത്രയും കണ്ണുകൾ വെച്ചാണ് നമ്മൾ മരുന്നടി കാര്യങ്ങൾ പോകുന്നത്. മരുന്നടി അത്യാവശ്യം അടിക്കാനായിട്ട് ഇതെല്ലാം ഉപയോഗിക്കും. ഈ 2 കണ്ണ് ഉപയോഗിക്കും. ഇതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ സ്പെയർ എടുക്കാനായിട്ട് ഇത് വെച്ചേക്കുന്നത്. ഇത് രണ്ടും നമ്മൾ വെള്ളം കൂടുതൽ വരുന്ന കണ്ണുകൾ രണ്ടും നമ്മൾ തുരിശ് ഫോളിയാറ് പോലുള്ള സാധനങ്ങൾ അടിക്കാൻ ഉപയോഗിക്കും. ഏറ്റവും കൂടിയായിട്ട് അടിക്കേണ്ട വരുന്ന സമയത്ത് V-സ്റ്റാറിൻ്റെ കണ്ണെടുക്കും. അങ്ങനെയാണ് നമ്മൾ അടിക്കുന്നത്. നമ്മൾ V-സ്റ്റാറിൻ്റെ കണ്ണൊന്നും അങ്ങനെ ഉപയോഗത്തിലേ വരാറില്ല. പിന്നെ നമ്മൾ ഈ ലൂഷ് വാങ്ങിൻ്റെ ചില്ല് നമുക്ക് മേടിക്കാൻ കിട്ടും, ഒറിജിനൽ ചില്ല്. ഇതിൽ ലൂഷ് വാങ്ങിൻ്റെ ഒറിജിനൽ ചില്ല് ഒരെണ്ണേ ഉള്ളൂ.
അത് ആ ഒരു ഒരു സൈഡിലും അത് കൃത്യം കണ്ടാൽ അറിയാം, ഒരു സൈഡിലൊരു ഉരുളിച്ചയും ഒരു സൈഡിൽ കറക്റ്റ് വെട്ടും വരുന്ന ഒരു ടൈപ്പ് ചില്ലാണ് ഈ ലൂഷ്വാങ്ങിൻ്റെ ഒറിജിനൽ. ഇത് ഒരെണ്ണത്തിന് 80 രൂപയാണ്. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇത് മാർക്കറ്റിലല്ലാതെ 20 രൂപയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടും. ഇതൊക്കെ 20 രൂപയ്ക്ക് മേടിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ചില്ല് ഇട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് സക്സസ് ആകും, ചിലപ്പോൾ ഇത് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് ചീറ്റാൻ തുടങ്ങും. അതേ സമയത്ത് ഒറിജിനൽ ഇടുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് ലൂഷ്വാങ്ങിൻ്റെ ഒറിജിനൽ കറക്റ്റായിട്ട് നമുക്ക് വർക്കിംഗ് ആവും. അങ്ങനെ നമ്മൾ പലതവണയായിട്ട് മാറി വന്ന ചില്ലുകളാണ് ഇതൊക്കെ, കമ്പനി വന്ന ചില്ലുകളാണ്. അത് അടിച്ചടിച്ച് അതിൻ്റെ തുള വലുതായി എത്രയും വലിയ തുളകളായിട്ടുണ്ട്. ഇത് അത് തന്നെയാണ്, ലൂഷ്വാങ്ങിൻ്റെ ഒറിജിനലായിരുന്നു. പക്ഷേ അത് അടിച്ചതിൻ്റെ ഹോള് വലുതാകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മാറ്റിയതാണ്. നമുക്ക് മേടിക്കാൻ കിട്ടും, എല്ലായിടത്തും ഒന്നും കിട്ടില്ല ലൂഷ്വാങ്ങിൻ്റെ ഒറിജിനൽ ചില്ല്. ഇത് 80 രൂപയാണ് ഒറിജിനൽ കമ്പനി കട്ടിങ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻട്രലായിരിക്കും അതിൻ്റെ ഹോള്. അതാണ് മറ്റുള്ള ചില്ലുകളെ അപേക്ഷിച്ച്. അല്ലാത്തത് മേടിച്ച് കഴിയുമ്പോൾ ഒരു സൈഡിലോട്ടൊക്കെ മാറിപ്പോകും, അപ്പോൾ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് ചീറ്റും. നമ്മൾ ഇടയ്ക്ക് ലൂഷ്വാങ്ങിൻ്റെ ചില്ല് കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ തീർന്ന് ഇതും ഒറിജിനലാണ്, ബാക്കിയെല്ലാം ഡാമേജായ പീസുകളാണ്. ഇത്രയുണ്ട്. ഇതാണ് നമ്മൾ മരുന്നടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളെല്ലാം. അപ്പം നമ്മൾ എല്ലാവരും അടിക്കുന്നതാണ്, മരുന്നടിക്കുന്നതാണ്. അതിൻ്റെ കണ്ണുകളെ ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പം എല്ലാവരും കണ്ണൊക്കെ മേടിക്കാൻ പ്ലാനുള്ളവർ ലൂഷ്വാങ്ങിൻ്റെ ഈ കണ്ണ് മേടിക്കുക. ലൂഷ്വാങ് മെയ്ഡ് ഇൻ തായ്വാൻ. അതിലൊരു ഡോൾഫിൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സിമ്പിളും. ഡോൾഫിനാണോ തിമിംഗലമാണെന്നാണ് വെയിലെന്ന് പറയുമ്പോൾ തിമിംഗലമാണ്. ഈ സാധനമാണ് ഒറിജിനൽ കണ്ണ്. നല്ല ക്വാളിറ്റിയാണ്, ഉപയോഗിക്കാനും നല്ല യൂസർ ഫ്രണ്ട്ലിയാണ്, അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൂവൊക്കെ കൂടിയും കുറഞ്ഞും വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഈ ബോൾട്ടൊന്ന് മുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് നിന്നോളും. നമ്മൾ പൂ വെക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് വാഷർ ലൂസാകുമ്പോൾ വരുന്നൊരു സംഭവമാണ്. ഇത്രയൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.